എല്ലാവർക്കും ദക്ഷിണ ലേണിംഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് പ്രോബബിലിറ്റി ആണ്. സോ പ്രോബബിലിറ്റിയുടെ ബേസിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ probability of an event P of A is equal to number of given event divided by total number of event. Okay, so probability of an event is equal to n of A divided by n of T. Okay, ഇതാണ് ഇതിന്റെ ബേസിക് ഇക്വേഷൻ. അതൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 50 സ്റ്റുഡൻസിൽ 20 പേര് ബോയ്സ് ആണ്. ഓക്കെ, സോ 20 ബോയ്സ് ആൻഡ് ബാക്കി 30 പേരെന്താണ്, ഗേൾസ് ആണ്. ഓക്കെ, ഒരു ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്, അതിൽ 20 ബോയ്സ് ആണ്, 30 ഗേൾസ് ആണ്. ഞാൻ ഈ 50 സ്റ്റുഡൻസിന്റെയും പേര് എഴുതിയിട്ട് ഒരു ബോക്സിൽ ഇടുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ബോക്സ് റാൻഡം ആയിട്ട് നോക്കാതെ ഞാൻ ഒരാളുടെ പേരെടുക്കുകയാണ്. ഓക്കെ, ആ പേര് ഒരു ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ P of B is equal to N of B. ഓക്കെ, അവിടെ എന്താണ് ഇവന്റ്, എന്താണ് ബോയ് ആവുക എന്നുള്ളതാണ് ഇവന്റ്. N of B divided by N of T ആണ്. അതായത് നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്, 20 അല്ലെ, എത്രയാണ് 20 by N of T ടോട്ടൽ എത്രയാ 50 is equal to എന്ത് വരും, 2/3. അപ്പം ആ എടുക്കുന്ന പേര് ഒരു ബോയുടെ പേരാവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 2/3 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, P of G is equal to N of G, ഗേൾസിന്റെ എണ്ണം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെ, എന്ത് വരും 30/50 is equal to 3/5. ഓക്കെ, അപ്പം ഇതാണ് ബേസിക് ആയിട്ട് ഒരു പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗിവൺ ഇവന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്. ഓക്കെ, ഫൈൻ. അപ്പം ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് മേ ബി ചില ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ ടോട്ടൽ ഇവന്റ് തന്നു, 50 സ്റ്റുഡൻസ് ആണ് അല്ലെ. ഓക്കെ, ഫൈൻ. ചില ക്വസ്റ്റ്യൻ്റെ അകത്ത്, ചില പ്രോബ്ലത്തിന്റെ അകത്ത് നമുക്ക് ഈ ടോട്ടൽ ഇവന്റ് തരികയില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ ഇവന്റ് എന്തായിരിക്കും, ഹെഡ് ടെയിൽ. ഒരു കോയിൻ ടോസ് ചെയ്താൽ എന്താ സംഭവിക്കുക, ഒന്നുകിൽ ഹെഡ് വരാം അല്ലെങ്കിൽ ടെയിൽ വരാം. സോ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് 2 ആണ് അല്ലെ. ഇനി ഒരു ഡൈസ് ത്രോ ചെയ്താലോ, ഒരു ഡൈസ് ത്രോ ചെയ്താൽ അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് എന്താണ്, 6 ആണ്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം. ഓക്കെ, ഫൈൻ. അപ്പം 2 കോയിൻ ടോസ് ചെയ്താലോ, 2 കോയിൻ ടോസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഹെഡ് ഹെഡ്, ഹെഡ് ടെയില്, ടെയില് ഹെഡ്, ടെയില് ടെയില്, ഇങ്ങനെ 4 വരും. ഓക്കെ, അപ്പം 3 കോയിൻ ടോസ് ചെയ്താലോ, 3 കോയിൻ ടോസ് ചെയ്താൽ 8 വരും. സോ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2n ആണ്. 2n ആണ്. അപ്പം 2n എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ. അപ്പൊ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 2, 2 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 സ്ക്വയർ is equal to 4, 3 കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ 2 ക്യൂബ് is equal to 8, so on. ക്ലിയർ ആണോ? ഓക്കെ, അപ്പം ഈ സംഭവം മേ ബി എവിടെ തന്നു എന്ന് വരികയില്ല. നിങ്ങളോട് 3 കോയിൻ ടോസ് ചെയ്യുന്നേ പറയൂ, എന്ത് തരികയില്ല, ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് 8 ആണെന്ന് തരികയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ അതിന്റെ അകത്തുനിന്ന് അസ്യൂം ചെയ്തെടുക്കണം. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഡൈസ് ത്രോ ചെയ്യുന്ന കേസിൽ ഒരു ഡൈസ് ആണെങ്കിൽ 6 ആണെന്ന് പറഞ്ഞു അല്ലെ. 2 ഡൈസ് ത്രോ ചെയ്താൽ എന്താ വരിക എന്ന് ചോദിച്ചാൽ 6 സ്ക്വയർ ആയിരിക്കും. 3 ഡൈസ് ആണെങ്കിൽ 6 ക്യൂബ്. ഓക്കെ, സോ n ഡൈസ് ആണെങ്കിൽ 6n. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. സോ വെൻ n ഡൈസ് ത്രോ ഓർ എ സിംഗിൾ ഡൈസ് ത്രോ n ടൈംസ്, ഒന്നുകിൽ n ഡൈസ്, അപ്പൊ 3 ഡൈസ് ത്രോ ചെയ്യുക, അല്ലെങ്കിൽ സെയിം ഡൈസ് 3 വട്ടം ത്രോ ചെയ്യുക. ഈ 2 കേസിൽ നമുക്ക് 6/3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പം ഇത് മേ ബി എന്ത് തരികയില്ല, ക്വസ്റ്റ്യൻ അകത്ത് തരികയില്ല. അപ്പം ഡൈസ് ത്രോ ചെയ്യുന്ന കേസിൽ 6n ആണ്, കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ 2n ആണ്. ഓക്കെ, ഫൈൻ. പിന്നെ ഒരു ഡെക്ക് ഓഫ് കാർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് NCERT-യിലുണ്ട്, പക്ഷെ UPSC ഇതുവരെ അത് ചോദിച്ചില്ല, അതുകൊണ്ട് അത് ചോദിക്കാനുള്ള ചാൻസ് കുറവായിരിക്കും. ഫൈൻ. സോ അതിനെപ്പറ്റി അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നില്ല. ഓക്കെ, ഫൈൻ. അപ്പം നമ്പർ ഓഫ് ഇവന്റ്സ്
എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് മേ ബി ഈ രണ്ട് കേസിന്റെ ഇതും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഏത്? ഡൈസ് ത്രോ ചെയ്യുന്നതും കോയിൻ ടോസ് ചെയ്യുന്നതും n of t എന്തായിരിക്കും? 2n ഉം 6n. ഓക്കെ, ഇനി പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഈസ് ഇൻ ബിറ്റ്വീൻ, പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ബിറ്റ്വീൻ 0 and 1 ആണ്. 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും പ്രോബബിലിറ്റിയുടെ വാല്യൂ. ഓക്കെ, പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരു കാരണവശാലും 1ന്റെ മേലെ പോവുകയില്ല. അതേപോലെ പ്രോബബിലിറ്റിയുടെ വാല്യൂ ഒരു കാരണവശാലും നെഗറ്റീവ് ആകുകയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു പ്രോബബിലിറ്റി കണ്ടത് 1ന്റെ മേലെയാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? നമുക്ക് കാൽക്കുലേഷൻ തെറ്റി എന്നാണ്. ഓക്കെ, ഒരു കാരണവശാലും പ്രോബബിലിറ്റി എന്ത് വരികയില്ല? 0ന്റെയും 1ന്റെയും ഇടയിലേ വരും, അതിന്റെ പുറത്ത് പോവുകയില്ല. മാക്സിമം പ്രോബബിലിറ്റി ആണെന്ത്? 1. മിനിമം പ്രോബബിലിറ്റി ആണെന്ത്? 0. ഓക്കെ, ഇനി ഒരു ഇവന്റ് നടക്കാനും ആ ഇവന്റ് നടക്കാതിരിക്കാനുമുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇസ് ഈക്വൽ ടു, ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. സോ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി. പി ഓഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇവന്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു 50 സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് 2 പേരെന്ത് ചെയ്യുന്നു? 20 ഗേൾസും ബോയ്സും. ആ എക്സാമ്പിൾ പറഞ്ഞില്ലേ? ഓക്കെ, അവിടെ ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരുന്നു? പി ഓഫ് ബി ഇസ് ഈക്വൽ ടു 20/50 2/5 ആയിരുന്നു അല്ലെ? 50 സ്റ്റുഡൻസിന്റെ ഇടയിൽ നിന്ന് 20 ബോയ്സും 30 ഗേൾസും ആണെങ്കിൽ ഒരാളുടെ പേര് ചൂസ് ചെയ്താൽ ആ ഒരു ബോയ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? പി ഓഫ് ബി 2/5 ആണ്. സോ ഒരു ഗേൾ ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരുന്നു? 3/5 ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇങ്ങനെയാണ് ചോദ്യം, ബോയ് ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ബോയ് ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗേൾ ആവാന്നല്ലേ അല്ലെ? സോ പി ഓഫ് ബി ഡാഷ് എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ, പി ഓഫ് ബി ഡാഷ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ആൻസർ പറയാൻ പറ്റും? നോക്കിക്കേ, പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് എന്താണ്? 1 ആണല്ലേ? അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു? പി ഓഫ് എ ഡാഷ് അവിടെ എത്തിയിട്ട് പി ഓഫ് എ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്ത് വരും? 1 മൈനസ് പി ഓഫ് എ. ഓക്കെ, സോ പി ഓഫ് എ ഡാഷ് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പി ഓഫ് എ കണ്ടാൽ മതി. അപ്പം പി ഓഫ് ബോയ്സിന്റെ ബി ഓഫ് ബി ഡാഷ് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 1 മൈനസ് പി ഓഫ് ബി. പി ഓഫ് ബി എന്താണ്? 2/5 is equal to 1 minus 2/5 is equal to 5 minus 2/5 is equal to 3/5. നോക്കിക്കേ, സെയിം ആൻസർ കിട്ടിയില്ല. ഓക്കെ, സോ ഒരു ഇവന്റ് നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാൽ എന്ത് കാണാ? 1 മൈനസ് പി ഓഫ് ബി, പി ഓഫ് എ. ആ ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി കാണാം, ഒന്നൊന്ന് മൈനസ് ചെയ്യാം. സോ അതാണ് ഈ ഇക്വേഷൻ കൊണ്ടുള്ള ഹെൽപ്പ്. ഓക്കെ, അതായത് പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു ഇവന്റ് നടക്കാനും നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്ത് കിട്ടണം? 1 കിട്ടണം. ഇനിയിപ്പം പി ഓഫ് എ ഡാഷ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 മൈനസ് പി ഓഫ് എ ചെയ്യാം. നടക്കാനുള്ള പ്രോബബിലിറ്റി കാണാം, 1 എന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ ക്വസ്റ്റ്യൻ ക്യാൻ ബി ഹാൻഡിൽഡ് ഐദർ ബൈ ലോജിക് ഓർ ബൈ ഇക്വേഷൻ ഓർ ബൈ ബോത്ത്. ഓക്കെ, ലോജിക്കലി ആൻസറിലെത്താൻ പറ്റും, നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്ത് ആൻസറിലെത്താൻ പറ്റും, അല്ലെങ്കിൽ ലോജിക് ഇക്വേഷൻ ഒരേപോലെ യൂസ് ചെയ്ത് നമുക്ക് ആൻസറിലെത്താൻ പറ്റും. ഓക്കെ, ഫൈൻ. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രോബബിലിറ്റിയുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് എനിക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം പ്രോബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ, എൻ ഓഫ് ടി കാണാനുള്ള 2 ബേസിക് ട്രിക്ക്, പിന്നെ പ്രോബബിലിറ്റി എന്തായിരിക്കും? 0ന്റെയും 1ന്റെയും ഇടയിലായിരിക്കും വാല്യൂ. ഒരു ഇവന്റ് നടക്കാനും നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ എന്ത് ചെയ്യണം? 1 കിട്ടണം. ഓക്കെ, ഫൈൻ. സോ ഇനി നമുക്ക് ഇവിടുന്ന് ലോജിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് പ്രോബബിലിറ്റിയിൽ. അപ്പം അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യേണ്ട മെത്തേഡ്സ് ആണ് ഈ പറയുന്നത്. അപ്പം ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഇത് പ്രോബബിലിറ്റി ആണോ എന്ന് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫൈനലി ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ടേം എന്തായിരിക്കും? വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് സംതിങ്, അപ്പം അല്ലെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് സംതിങ് എന്നായിരിക്കും ചോദ്യം. അപ്പൊ നമുക്കറിയാം അത് പ്രോബബിലിറ്റി ആണെന്നുള്ള കാര്യം. എന്നാൽ ചില ലോജിക്കൽ ക്വസ്റ്റ്യന്റെ അകത്ത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പ്രോബബിലിറ്റി ആണോ എന്നുള്ള കാര്യം ഡൗട്ട് വരും. അങ്ങനെ ഡൗട്ട് വരുമ്പോൾ നമുക്ക് അത് പ്രോബബിലിറ്റി ആണ് എന്ന് കൺഫേം ചെയ്യാനുള്ള കുറച്ച് കീവേഡ്സ് ആണ് എന്ത്? ഫസ്റ്റ് വൺ റാൻഡം സെലക്ഷൻ. ഓക്കെ, റാൻഡം സെലക്ഷൻ. റാൻഡം സെലക്ഷൻ എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അതെന്താവാനുള്ള ചാൻസ് ഉണ്ട്? പ്രോബബിലിറ്റി ആവാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് ആണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, സോ നമ്പർ ഓഫ് ബോൾ ആൻഡ് ഐറ്റം, ബോൾസ് ആൻഡ് ഐറ്റംസ്, ഈച്ച് കളർ ആൻഡ് ടോട്ടൽ.
അപ്പൊ ഒരു ബോക്സിൽ അവർ പറയണ കുറെ ബോൾസ് ഉണ്ട്, റെഡ് കളർ ബോൾ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ കുറെ കളർ ബോൾസ് ഉണ്ട്. പിന്നെ അത് എല്ലാം കൂടിയും ഒരു ബോക്സിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെങ്കിൽ അതെന്തായിരിക്കും? പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്ന് കണ്ടാലും അതെന്താവാനുള്ള പ്രോബബിലിറ്റി? എന്തുണ്ട്? പ്രോബബിലിറ്റി ആവാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ ഫൈൻ. എന്താണ് വിത്തൗട്ട് പിന്നെ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഞാനിപ്പം ക്ലാസ്സിൽ എല്ലാ സ്റ്റുഡൻസിന്റെയും പേര് എഴുതിയിട്ട് ഞാനൊരു ബോക്സിൽ ഇടുന്നു. ഓക്കെ, എനിക്ക് രണ്ട് രീതിയിൽ ഈ ബോക്സ് എന്ത് ചെയ്യാം? ഒരാളുടെ പേര് ചൂസ് ചെയ്യാം. ഓക്കെ, ആദ്യം ഞാനൊരു പേരെടുക്കുന്നു, ആ പേര് വായിക്കുന്നു, സോ ആ പേര് ഞാൻ മാറ്റി വെക്കുന്നു. എന്നിട്ട് രണ്ടാമത്തെ ആളുടെ പേരെടുക്കുന്നു, വായിക്കുന്നു, മാറ്റി വെക്കുന്നു. എന്നിട്ട് അതിനെയാണ് ഞാൻ ഇപ്പൊ നേരത്തെ എടുത്തത് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു വെക്കുന്നില്ല. സോ അതാണ് എന്ത്? വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. റീപ്ലേസ് ചെയ്യുന്നില്ല ഒരു തവണ എടുത്തത്. ഓക്കെ, എന്നാൽ വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഒരാളുടെ പേര് എടുക്കുന്നു, ഞാൻ നോക്കുന്നു, വീണ്ടും അതിനകത്ത് തന്നെ വെക്കുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആദ്യത്തെ കേസിൽ നമുക്ക് ഒരാളുടെ പേര് കിട്ടിയാൽ പിന്നീട് ഒരിക്കലും നമുക്ക് അയാളുടെ പേര് കിട്ടുക. ഓക്കെ, എന്നാൽ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഒരാളുടെ പേര് കിട്ടിയാൽ ഞാനത് റീപ്ലേസ് ചെയ്താൽ വീണ്ടും അയാളുടെ പേര് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് നമ്മൾ വ്യത്യാസം. ഇങ്ങനെ ഒരു കീവേഡ് കണ്ടാൽ അത് എന്തായിരിക്കും? പ്രോബബിലിറ്റി ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വേഴ്സ്റ്റ് സിനാരിയോ എന്നുള്ള കൺസെപ്റ്റ്. എന്താണ് വേഴ്സ്റ്റ് സിനാരിയോ നോക്കാം. അത് കീവേഡ് അല്ല, വേഴ്സ്റ്റ് സിനാരിയോ നമ്മളൊരു കൺസെപ്റ്റ് ആണ്, പ്രോബബിലിറ്റി സോൾവ് ചെയ്യാനുള്ള കൺസെപ്റ്റ് ആണ്. എന്താണ് വേഴ്സ്റ്റ് സിനാരിയോ? ഓക്കെ, ഞാനിപ്പോ ഇവിടെ നിങ്ങൾ ഫിഗറിന്റെ അകത്ത് ഒരു ബോക്സിൽ നിറയെ കുറെ കളറുള്ള ബോൾസ് കണ്ടു അല്ലെ? ഫൈൻ. ഞാൻ പറയുന്നു, നിങ്ങൾ വരിക, നോക്കാതെ ഇതിനകത്തുനിന്നൊരു ബോൾ എടുക്കുക. ബ്ലൂ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, ബ്ലൂ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു എന്ന് പറയുകയാണെങ്കിൽ ബെസ്റ്റ് സിനാരിയോ എന്താണ്? ആദ്യത്തെ കേസിൽ തന്നെ, ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ നിങ്ങൾക്ക് ബ്ലൂ കിട്ടുന്നു. നിങ്ങൾ ഒരു ഒറ്റ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ജയിച്ചു. ശരിയല്ലേ? അതാണ് ബെസ്റ്റ് സിനാരിയോ. നിങ്ങൾ അൺലക്കി പേഴ്സൺ ആണ്, നിങ്ങൾ ഭയങ്കര ലക്കില്ലാത്ത ആളാണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് വേഴ്സ്റ്റ് സിനാരിയോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം എടുക്കുന്നതൊക്കെ എന്തായി പോവുക? ഗ്രീൻ ആകുക, റെഡ് ആകുക, യെല്ലോ ആകുക. നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടുന്നില്ല? ബ്ലൂ കിട്ടുന്നില്ല. അപ്പൊ ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഫൈനലി ആ ബോക്സിൽ ബ്ലൂ മാത്രം ബാക്കിയാവുന്നു. ഓക്കെ, ഇനിയും നിങ്ങൾ ഒരു അറ്റംപ്റ്റ് കൊടുത്താൽ എന്ത് കിട്ടും? ബ്ലൂ കിട്ടും, നിങ്ങൾക്ക് ജയിക്കാം. ഓക്കെ, സോ അതാണ് വേഴ്സ്റ്റ് സിനാരിയോ. നിങ്ങൾ അൺലക്കി പേഴ്സൺ ആണ്, അപ്പോൾ ലാസ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ബ്ലൂ കിട്ടുന്നുള്ളൂ എങ്കിൽ അതാണ് വേഴ്സ്റ്റ് സിനാരിയോ. അപ്പോൾ ഈ വേഴ്സ്റ്റ് സിനാരിയോ മേ ബി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്ത് നമ്മൾ കാണേണ്ടി വരും. വേഴ്സ്റ്റ് സിനാരിയോന്റെ വരുന്ന കേസ് എന്തൊക്കെയാണ്? നിങ്ങളോട് എന്തെങ്കിലും പറയാണ് മാക്സിമം അറ്റംപ്റ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറയാണ് ബ്ലൂ എടുത്താൽ നിങ്ങൾ ജയിച്ചു, നിങ്ങൾ മാക്സിമം അവിടെ എത്ര അറ്റംപ്റ്റ് കൊടുക്കണം നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ വേഴ്സ്റ്റ് സിനാരിയോ കാണണം. സോ മിനിമം അറ്റംപ്റ്റ് വിത്ത് അഷുറൻസ്. ഓക്കെ, നിങ്ങൾ ജയിച്ചു എന്ന് ഉറപ്പിക്കാൻ മിനിമം എത്ര അറ്റംപ്റ്റ് കൊടുക്കണം? സോ അവിടെ ഒരു അഷുറൻസ് വരണം, നിങ്ങൾ ജയിച്ചു എന്ന് ഉറപ്പിക്കണം. അപ്പോൾ നിങ്ങൾ മിനിമം എത്ര അറ്റംപ്റ്റ് കൊടുക്കണം? അപ്പോൾ ആക്ച്വലി മിനിമം എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെടുത്താൽ മതി അല്ലെ? പക്ഷെ ഒന്നെടുത്താൽ നമുക്ക് ജയിക്കാം, പക്ഷെ ഉറപ്പിക്കാൻ പറ്റില്ല, അഷുറൻസ് ഇല്ല അവിടെ. സോ ടു അഷ്യൂർ ടു യു വിൻ എന്താണ് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഈ മിനിമം അവിടെ മിനിമം ആണ് അറ്റംപ്റ്റ് എങ്കിലും നിങ്ങൾ അവിടെ വേഴ്സ്റ്റ് സിനാരിയോ തന്നെയാണ് കാണേണ്ടത്. കാരണം എന്താണ്? അവിടെ നമ്മൾ അഷ്യൂർ ചെയ്യണം, അയാൾ ജയിച്ചു എന്ന് ഉറപ്പിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വേഴ്സ്റ്റ് സിനാരിയോ കാണാം. അപ്പം മാക്സിമം അറ്റംപ്റ്റ് എന്ന് കണ്ടാലും മിനിമം അറ്റംപ്റ്റ് വിത്ത് അഷുറൻസ് ലൈക്ക് മസ്റ്റ് ഹാവ്, ഡെഫിനറ്റ്ലി, അഷ്യൂർഡ് എന്നൊക്കെ പറയുകയാണെങ്കിലും നിങ്ങൾ എന്ത് കാണണം? വേഴ്സ്റ്റ് സിനാരിയോ കാണാം. വേഴ്സ്റ്റ് സിനാരിയോ എന്താണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾ വെറും അൺലക്കി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതെങ്ങനെ വിൻ ചെയ്യാം എന്നുള്ളതാണ് വേഴ്സ്റ്റ് സിനാരിയോ. ഓക്കെ, സോ ഇത് ലോജിക്കൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരെണ്ണം ചെയ്തു നോക്കാം. ഓക്കെ ഫൈൻ. Example, a bag contains 9 discs of which 4 are red, 3 are blue, 2 are yellow. The discs are similar in shape and size. A disc is drawn at random from the bag. Calculate the probability that it will be. Okay, അപ്പോൾ ഒരു ബാഗിന്റെ അകത്തുനിന്ന് 9 ഡിസ്ക് ഉണ്ട്. 9 ഡിസ്കിൽ 4 റെഡ് ആണ്, 3 ബ്ലൂ ആണ്, 2 യെല്ലോ ആണ്. ഡിസ്കിന്റെ ഷേപ്പും എല്ലാം സിമിലർ ആണ്. അപ്പൊ നമുക്ക് റാൻഡായിട്ട് എടുക്കുമ്പോൾ ഈവൺ ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഈക്വൽ പ്രോബബിലിറ്റി വരും. അതിനാണ് അവരെന്ത് ചെയ്യുന്നത്? ഡിസ്ക് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് സൈസ് എന്ന് പറയുന്നത്. എ ഡിസ്ക് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ദ ബാഗ്. എന്ത് ചെയ്യാണ്? ഡിസ്ക് ബാഗിൽ നിന്ന് റാൻഡായിട്ട് എടുക്കുകയാണ്.
കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ദാറ്റ് വിൽ ബി. അപ്പം പിന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് എന്തിനു കാണണം, പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി ഒക്കെ കാണണം. ഓക്കെ, സിറ്റുവേഷൻ മനസ്സിലായല്ലോ? ഫൈൻ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യുന്നു, ആ എടുക്കുന്ന ഡിസ്ക് ഒരു റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി കാണാണ്. ഓക്കെ, സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ, പ്രോബബിലിറ്റി ഓഫ് റെഡ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം, ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ, നമ്പർ ഓഫ് റെഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്. നമ്പർ ഓഫ് റെഡ് എത്രയാണ്, നമ്പർ ഓഫ് റെഡ് എത്രയാണ്, 4 അല്ലെ. സോ എൻ ഓഫ് ടി എന്താണ്, എത്ര ഡിസ്ക് ഉണ്ട് ടോട്ടൽ, 9 ഡിസ്ക്. സോ 4/9 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം. സോ എടുക്കുന്ന ഡിസ്ക് റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും, 4/9, കാരണം അവിടെ 4 റെഡ് ഡിസ്ക് ആണുള്ളത്, ടോട്ടൽ 9 ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് യെല്ലോ. Probability of yellow is equal to n of yellow by n of t. N of yellow by n of t. That is. Okay, fine. So n of yellow എന്താണ്, n of yellow രണ്ടാണ് yellow അല്ലെ. So n of t total 9. So 2/9. Okay, ഇനി probability of red പറഞ്ഞു, blue പറഞ്ഞു. ഓക്കെ, ബ്ലൂ പറഞ്ഞില്ല, സോറി. ഒന്നാമത്തെ പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞു. ഇനി പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ, മൂന്നാമത്തത്. പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ എന്താണ്, എൻ ഓഫ് ബി ഡിവൈഡ് ബൈ എൻ ഓഫ് ടി അല്ലെ. എൻ ഓഫ് ബി എന്താ, ബ്ലൂ എന്താ, 3, എൻ ഓഫ് ടി 9. എൻ ഓഫ് ടി എപ്പോഴും സെയിം ആയിരിക്കും, കണ്ടില്ലേ, ഈക്വൽ ടു 1/3. ഓക്കെ, ഈക്വൽ ടു 1/3. ഫൈൻ. ഇനി നാലാമത്തത് നോട്ട് ബ്ലൂ. നോട്ട് ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നാലാമത്തത് നോട്ട് ബ്ലൂ, പി ഓഫ് ബി ഡാഷ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, പി ഓഫ് ബി പ്ലസ് പി ഓഫ് ബി ഡാഷ് എന്താണ്, ഈക്വൽ ടു 1 ആണ് അല്ലെ. അപ്പം പി ഓഫ് ബി ഡാഷ് ഈക്വൽ ടു എന്തായിരിക്കും, പി ഓഫ് ഡി ബി ഡാഷ്, ബി റൈറ്റിലോട്ട് ഇടുക, പി ഓഫ് ബി 1 മൈനസ് പി ഓഫ് ബി ആയിരിക്കും. ഓക്കെ, സോ പി ഓഫ് ബി ഡാഷ്, ഓക്കെ, പി ഓഫ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബി അല്ലാതിരിക്കാൻ, നോട്ട് ബി. ഓക്കെ, നോട്ട് ബി, പി ഓഫ് ബി ഡാഷ്, ബി ആവാതിരിക്കാനുള്ള പ്രോബിലിറ്റി ചോദിച്ചാൽ എന്ത് ചെയ്യണം, 1 മൈനസ് പി ഓഫ് ബി ചെയ്യണം. അപ്പൊ എന്ത് വരും, ഇസ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് ബി എന്താണെന്ന് അറിയാലോ, 1/3 സി ഇസ് ഈക്വൽ ടു 2/3. ഓക്കെ, 2/3. ഫൈൻ. ഐദർ റെഡ് ഓർ ബ്ലൂ. ഓക്കെ, നമ്മൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനിൽ പഠിച്ച സെയിം ലോജിക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഓർ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ആൻഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഓർ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യും, ആൻഡ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. സോ ഇവിടെ എന്താണ്, ഐദർ റെഡ് ഓർ ബ്ലൂ ആണ്, ഓർ ആണ് അല്ലെ. സോ ഐദർ റെഡ് ഓർ ബ്ലൂ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, എന്ത് ചെയ്യണം, പി ഓഫ് റെഡ് പ്ലസ് പി ഓഫ് ബ്ലൂ ചെയ്യണം. ഓക്കെ, പി ഓഫ് റെഡ് എന്താണ്, പി ഓഫ് റെഡ് 4/9 ആണ്. പി ഓഫ് ബ്ലൂ എന്താണ്, 3/9 ആണ്. സോ ആൻസർ എന്ത് വരും, 7/9. ഓക്കെ, സോ പി ഓഫ് ആർ പ്ലസ് പി ഓഫ് ബി എന്താണ്, 7/9 വരും. ഓക്കെ, സോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായല്ലോ, 7/9 ആണ്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്, UPSC ചോദിക്കുന്ന ടൈപ്പ് അല്ല. ഞാൻ ഈ ഇക്വേഷൻ ഒന്ന് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഇട്ടത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാ, പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഈക്വൽ ടു n of a ഡിവൈഡ് ബൈ n of t ആയിരിക്കും. ഓക്കെ, ആക്ച്വലി ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഈസി ഇതുപോലെ സിമ്പിൾ അല്ല. ഓക്കെ, സോ ഇതിന്റെ നമുക്ക് നിങ്ങൾ +2 എന്താണ് മാത്സ് പഠിച്ച, +1 മാത്സ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. നമ്മൾ 10ാം ക്ലാസ് പഠിക്കുന്ന പ്രോബബിലിറ്റി അല്ല +1 പഠിക്കുന്നത്, +1 പഠിക്കുന്നതല്ല +2 പഠിക്കുന്നത്. ഇനിയിപ്പം ഡിഗ്രി എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാർക്ക് അറിയാം, എഞ്ചിനീയറിംഗ് ലെവലോട്ട് പ്രോബബിലിറ്റി പോകുമ്പോൾ ഇക്വേഷൻസിന്റെ ലെവൽ കൂടും. ഓക്കെ, ഈവൺ ഇത് എന്താണ്, ഒരു റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്, റിസർച്ച് ഒക്കെ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് എന്ത് മതി, 10th ബേസ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടത്, അത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ആദ്യം വലിയ ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണ്ട, ശ്രമിക്കേണ്ട. അങ്ങനെ ശ്രമിക്കാൻ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഫൈൻ. അപ്പം ഡീപ്പ് ലെവലിലോട്ട് പോകേണ്ട, 10th ബേസ് പ്രോബബിലിറ്റി മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഇതാണ് ആ സംഭവം. ഇനി ഈ ഒരു ഇക്വേഷന്റെ അകത്ത് എത്താൻ വേണ്ടി മേ ബി അവർ ക്വസ്റ്റ്യൻ ഫ്രെയിമിംഗിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് കൊണ്ടുവരുന്നത് മാത്രമേ ചെയ്യൂ. ഓക്കെ, ഫൈൻ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
Okay, 2018-39. A bag contains 15 red balls. A bag contains 15 red balls, 20 black balls. Each ball is numbered either 1 or 2 or 3. Okay. അപ്പോൾ ഒരു ബാഗിൽ 15 റെഡ് ബോളും 20 ബ്ലാക്ക് ബോളും ഉണ്ട്. എല്ലാ ബ്ലാക്ക് ബോൾസും അതായത് ഈച്ച് ബോൾസ് ഈസ് നമ്പേർഡ് 1, 2 or 3. ഒന്നുകിൽ ഒന്നുണ്ടാവും, രണ്ടുണ്ടാവും, മൂന്നുണ്ടാവും. അപ്പൊ എല്ലാ റെഡ് ബോളിന്റെ മുകളിലും ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാവും. അതേപോലെ ബ്ലാക്ക് ബോളിന്റെ മുകളിലും ഒന്നോ രണ്ടോ മൂന്നോ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ഇനി എന്താണ്? 20% of the red balls are numbered 1, 40% of the numbered 3. Similarly, among the black ball, 45% are numbered 2, 30% are numbered 3. ഇത്രയും പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ഇത്രയും ടോപ്പിക് എന്താണ്? ഇത്രയും സെന്റൻസ് എന്താണ്? പക്ക പെർസെൻറ്റേജ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? പെർസെൻറ്റേജിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നും എത്ര ബോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ്. ഹി വിൻസ്, അയാൾ ജയിക്കും. ഇഫ് ദ ബോൾ ഈസ് റെഡ് ആൻഡ് നമ്പേർഡ് 3, അതായത് ബോളിന്റെ കളർ റെഡും നമ്പർ 3 ആയിരിക്കുന്ന ബോൾ കിട്ടിയാൽ അയാൾ ജയിക്കും. ഓർ അല്ലെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് ഓർ നമ്പേർഡ് 1, ബ്ലാക്കും 1ഉം, ബ്ലാക്കിന്റെ മുകളിൽ 1 എന്ന് എഴുതിയതാണെങ്കിലും അയാൾ ജയിക്കും. ഓർ 2, ബ്ലാക്കും 2 ആണെങ്കിലും അയാൾ ജയിക്കും. ഓക്കെ, സോ നമ്മുടെ ബോയ് എപ്പോഴൊക്കെയാണ് ജയിക്കുന്നത്? റെഡ് 1, ഓക്കെ, 6ഉം 1ഉം ആണെങ്കിൽ ജയിക്കും. പിന്നെ ബ്ലാക്കും 1 ആണെങ്കിൽ ജയിക്കും, ബ്ലാക്കും 2 ആണെങ്കിലും ജയിക്കും. ഫൈൻ. സോ എന്തായിരിക്കും നമ്മുടെ ആൻസർ? ഓക്കെ, നോക്കിക്കേ, ഇവിടെ ഓർ അല്ലേ? ഹി വിൻസ് ദ ബോൾ റെഡ് ആൻഡ് നമ്പേർഡ് 3. ഓർ ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് നമ്പേർഡ് 2, 1. ഓർ ഇഫ് ഇറ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് നമ്പേർഡ് 2. സോ ഓർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? P of R1 plus P of B1 plus P of B2 ആയിരിക്കും. ഓക്കെ, സോ R1 കാണാനുള്ള പ്രോബിലിറ്റി കാണാം, B1 കാണാനുള്ള പ്രോബിലിറ്റി കാണാം, B2 കാണാനുള്ള കാരണം ഇത് 3 കിട്ടുമ്പോഴാണ് ആള് ജയിക്കുന്നത്. എന്നിട്ട് അത് ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. സോ എന്താണ് P of R1? N of R1 divided by N of T. എന്താണ് B1? N of B1 divided by N of T. എന്താണ് B2? N of B2 divided by N of T. ഓക്കെ, സോ ഇതിൽ N of T എന്താണ് നമുക്കറിയാം. എന്താ N of T? N of T is equal to 20 plus 15 is equal to 35. 35 ആണ് N of T. ഫൈൻ. ഇനി പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ഈ R1ഉം B1ഉം B2 എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലെ? സോ R1 കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എത്രയാണ്? 20% of red balls are numbered 1. അപ്പം ടോട്ടൽ റെഡ് ബോൾസിന്റെ റെഡ് എത്രയുണ്ട്? റെഡ് 15 ഉണ്ട് അല്ലെ? റെഡ് 15 ഉണ്ട്. അതിന്റെ 20% ആണ് R1. R1 എന്താണ്? 20% of 15. 20% എങ്ങനെ കാണാം? 15 into 20/100 അല്ലെ? എന്താവും? കട്ടായി പോവും. is equal to 3. 30/10 3. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 15ന്റെ 10% എത്രയാണ്? 1.5. സോ 20% എന്തായിരിക്കും? 3. ഓക്കെ, സോ 1.5 into 2 is equal to 3. ഫൈൻ. റെഡ് ബോൾ അത് R1 മാത്രം കണ്ടാൽ പോരെ? R2 കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 40% നമ്പർ 3 വേണമെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ഇവിടെ നമുക്ക് R1 മാത്രം മതി. സോ ഞാൻ R1 മാത്രമേ കാണുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നു? എന്തിലോട്ട് പോവാ? ബ്ലാക്കിലോട്ട് പോവാ. ബ്ലാക്ക് ടോട്ടൽ എത്ര ഉണ്ട്? ബ്ലാക്ക് 20. ഓക്കെ, 20 ബ്ലാക്ക് ബോൾ ഉണ്ട്. സോ അതില് 45% എമംഗ് ദ ബ്ലാക്ക് ബോൾ നമുക്ക് എന്തൊക്കെ കാണണം? B1 കാണണം, B2 കാണണം. ഓക്കെ, B2 അവിടെ നമുക്ക് കണ്ടുപിടിക്കാം. 45% ഓഫ് നമ്പർ 2. അപ്പം B2 എന്താണ്? 45% of 20 which is equal to എന്താണ്? 20 into 45/100 അല്ലെ? is equal to 0 0 കട്ടായി പോവും അല്ലെ? ഇവിടെ എന്ത് വരും? 1 5 5 2 5 10. ഓക്കെ, 9 5 45 is equal to 9.
ഫൈൻ. 45% ഓഫ് 20 എന്താണ്? 9 ആണ്. ഇനി പിന്നെന്താണ്? 30% നമ്പർ 3. സോ ഇതൊക്കെ ബേസിക് പെർസെൻറ്റേജ് ആണ്. 30% നമ്പർ. അപ്പം B3 എന്താണ്? B3 30% ഓഫ് 20 അല്ലെ? എന്താണ്? 20 into 30/100 is equal to 6. ഇനി അപ്പം B1 എന്തായിരിക്കും? ടോട്ടൽ 20 അല്ലേ? 20ൽ 9 B2 ആണ്, 6 B3 ആണ്. സോ 9 + 6 15 അല്ലെ? സോ 9 + 6 15. അപ്പൊ എന്ത് വരും? 20 - 15 is equal to 5. സോ 5 ആണെന്ത്? B1. ഓക്കെ, 5 ആണെന്ത്? B1. സോ അപ്പൊ നമ്മുടെ ആൻസർ എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു n ഓഫ് R1 എന്താ? R1 3 by ടോട്ടൽ എത്രയാണ്? n of t 35 പ്ലസ് B2 എന്താ? 9 by 35. ഇനി B2 ഓൾറെഡി ഇവിടെയാണ്. B1 എഴുതാം ആദ്യം. B1 എന്താ? 5 അല്ലെ? 5 by 35. B2 9 by 35, which is equal to ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യാം. 9 5 14 17. ഓക്കെ, mistake. Okay, fine. So എന്താണ്? R1 3 by 35. എന്താണ്? B1 9. Sorry. B1 5. Fine. Okay. So ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ he wins if the ball is red and numbered 3 അല്ലേ? Okay, that is the mistake. Okay, fine, cool. B and numbered 3. B3 ആണ് mistake. Fine. Of it is a black odd numbered 1. Oh. Okay, fine. So R3 ആണ്. If he balls R3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. Okay, fine. Numbered 3. Okay, ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. R3 B1 B2. Okay, ഇവിടെയാണ് മിസ്റ്റേക്ക് വന്നത്. Fine, cool. അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിച്ചേ പറ്റൂ? R3 കണ്ടുപിടിച്ചേ പറ്റൂ. R1 മാത്രം കണ്ടുപിടിച്ചാൽ പോരാ അല്ലെ? സോ R1 കണ്ടുപിടിച്ചു 3. ഫൈൻ. ഇനി R2 കണ്ടുപിടിക്കണം. R2 എന്താ? 20% of red balls are numbered 1, 40% are numbered 3. R3 ഡയറക്റ്റ് ആയിട്ട് കിട്ടും അല്ലെ? എത്രയാണ്? 40%. സോറി, ഇവിടെ R3 കണ്ടാൽ മാത്രം മതിയായിരുന്നു, R1 കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു അല്ലെ? സോ 40% ഓഫ് ആർ നമ്പേർഡ് 3. ഓക്കെ, 40% ആർ നമ്പേർഡ് 3. സോ എന്ത് വരും? 15 into 40/100. ശരിയല്ലേ? ഈക്വൽ ടു 0 കട്ടാവും. 3 2 2 6. ഓക്കെ, ഇസ് ഈക്വൽ ടു 6. R3 ആണ് 6. സോ ഇവിടെ മിസ്റ്റേക്ക് ആണ്. R3 ആണ് കാണേണ്ടത്. പിന്നെ ഏതാണ്? B1 ആണ് കാണേണ്ടത്. B2. ഓക്കെ, ഫൈൻ. R3 fine. Okay, so n of R3 എന്താ? n of R3 is 6 by 35. n of B1 5 by 35. n of B2 9 by 35. Okay, so which is equal to 35. 9 6 15 20. ഓക്കെ, സോ എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 4, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം 7. ഓക്കെ, സോ എന്ത് വരും? 4/7. ഓക്കെ, 4/7 ആണ് ആൻസർ. ഓക്കെ, 4/7 ഇടേണ്ട ഓപ്ഷനിൽ ഓപ്ഷൻ ബി 4/7. ഓക്കെ, ക്ലിയർ ആണോ? സോ അവിടെ ആദ്യം നമ്മൾ എടുത്ത ഇവിടെ R3ന്റെ അകത്ത്
ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. R1 അല്ല കാണേണ്ടത്. ഇഫ് he wins if the ball is red and numbered 3. സോ R3 ആണ് വരേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ ആ എറർ ഒന്ന് എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. സോ R3 കിട്ടിയാൽ ജയിക്കും, B1 കിട്ടിയാൽ ജയിക്കും, B2 കിട്ടിയാൽ ജയിക്കും. സോ N of R3 plus N of B1 plus P of R3 plus P of B1 plus P of B2 കാണാം. സോ 6/35 plus 5/35 plus 9/35. സോ നമ്മുടെ ആൻസർ കിട്ടും 4/7. ഓക്കെ, കണ്ടോ ഇവിടെ പ്രോബബിലിറ്റിയുടെ പോർഷൻ വരുമ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷനെ വരുന്നുള്ളൂ. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഗിവൺ ഇവന്റ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്. പക്ഷേ അവിടെ നമ്മൾ അവരെ പെർസെൻറ്റേജിന്റെ ഒരു പോർഷൻ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്, ടൈം കൺസ്യൂമിങ് ആക്കുന്നത്. സോ ഇതാണ് അവിടെ UPSC ചെയ്യുന്ന പരിപാടി. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ അവിടെ ആ പെർസെൻറ്റേജ് കണ്ടിട്ട് നിങ്ങൾ ആൻസറിൽ എത്തുന്നത് ഒന്നൊന്ന് ഫാസ്റ്റ് ആക്കിയാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഓക്കെ, ആ നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയാൽ കാര്യങ്ങൾ എളുപ്പമാണ്. ക്ലിയർ ആണല്ലോ? ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2016-79. A round archery target of diameter 1 meter is marked with 4 scoring region from the center outwards as red, blue, yellow and white. The radius of the red band is 0.2 meter. Okay, fine. ഇവിടെ എന്താ സംഭവിക്കുന്നത്? A round archery target of diameter 1 meter diameter round archery target ഉണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ ഒരു റൗണ്ട് ആർച്ചറി ടാർജറ്റ് വരയ്ക്കുന്നു. ഫൈൻ. സോ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? വീണ്ടും സർക്കുലർ ഫോമിലെ ടാർജറ്റ് ഉണ്ട്. ഓക്കെ, 1 റെഡ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്. ഓക്കെ, ഫൈൻ. സോ ഏതാണ് കളറ്? സെൻട്രൽ എന്താണ്? റെഡ് ആണ്, ബ്ലൂ, യെല്ലോ, വൈറ്റ്. ഇങ്ങനെ സർക്കുലർ ഫോമിലുള്ള ഒരു ആർച്ചറി ടാർജറ്റ് ഉണ്ട്. ഇതിന്റെ ഡയമീറ്റർ എന്താണ്? 1 മീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ 100 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് അതിന്റെ പകുതി ആയിരിക്കും, 50 സെന്റിമീറ്റർ അല്ലെ? സോ ഇത് 50 സെന്റിമീറ്റർ ആണ്. റേഡിയസ് എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഫൈൻ. ദ റേഡിയസ് ഓഫ് ദ റെഡ് ബാൻഡ് ഈസ് 0.20 മീറ്റർ, അതായത് 20 സെന്റിമീറ്റർ. റെഡ് ബാൻഡിന്റെ റേഡിയസ് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. ഫൈൻ. ദ വിഡ്ത്ത് ഓഫ് ദ ഓൾ ദ റിമൈനിങ് ബാൻഡ് ഈസ് ഈക്വൽ. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 50 20 പോയാൽ 30 അല്ലെ? അതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 10 സെന്റിമീറ്ററിലാണ് ബാക്കി ബ്ലൂ, യെല്ലോ, വൈറ്റ് ഇരിക്കുന്നത്. ഫൈൻ. സോ ഇതാണ് കണ്ടീഷൻ, ഇതാണ് ആർച്ചറി ടാർജറ്റ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഇഫ് ആൻ ആർച്ചർ ത്രോ ആരോസ് ടുവേർഡ്സ് ദ ടാർജറ്റ്. ഒരു ആർച്ചർ എന്ത് ചെയ്യാണ്? ഈ ടാർജറ്റിലോട്ട് ആരോ അയക്കുകയാണ്. What is the probability that the arrows fall in the red region of the archery target? ഇതിന്റെ റെഡ് റീജിയനിൽ ടാർജറ്റ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്ത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ ഇതിന്റെ റെഡ് റീജിയനിൽ ടാർജറ്റ് വീഴാനുള്ള എന്താണ്? ആർച്ചർ അമ്പ് വീഴാനുള്ള പ്രോബബിലിറ്റി എന്തെന്നാണ് ചോദ്യം. സോ ഇവിടുത്തെ പ്രോബ്ലത്തിന്റെ അകത്ത് നമ്പേഴ്സ് ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ഒക്കെ എന്തായിരുന്നു? നമ്പർ ഓഫ് ബോൾസ് അവൈലബിൾ ആയിരുന്നു അല്ലെ? ഇവിടെ അങ്ങനെ ഒരു നമ്പർ ഇല്ല. അപ്പം ഇവിടെ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? നോക്കിക്കേ, ഈ റീജിയനിലുള്ള എവിടെ പോയി വീണാലും ഈ ആള് ജയിക്കും, ശരിയല്ലേ? അപ്പം അത് മീൻസ് എന്താണ്? ഈ ഒരു ഏരിയ മൊത്തം എന്താണ്? അയാൾ വിൻ ചെയ്യാനുള്ള സ്ഥലമാണ്. ഓക്കെ, അവിടെ ഈ ഒരു ക്വസ്റ്റ്യനെ റിഫ്ലക്ട് ചെയ്യുന്ന നമ്പർ എന്താണ്? ഏരിയ അല്ലേ? അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഏരിയ അല്ലേ? ഓക്കെ, പിന്നെ അത് എടുക്കാൻ പറ്റുന്ന റേഡിയസ് ആണ്. പക്ഷെ റേഡിയസിനെക്കാളും കുറച്ചുകൂടെ എന്താണ്? ഏരിയ ആണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ഉള്ള ഏത് പോയിന്റിൽ പോയി വീണാലും ആള് ജയിക്കും. സോ ആ പോയിന്റ് എല്ലാം കൂടെ ചേർന്നാൽ എന്താണ് സംഭവിക്കുക? ഏരിയ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ റെഡ് ഏരിയയിൽ പോയി വീണാൽ ആള് ജയിക്കും. ഓക്കെ, പുറത്തുള്ള ഏരിയ ആണെങ്കിൽ ആള് ഫെയിൽ ആവും. ഫൈൻ. സോ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ആരോസ് ഫോൾ ഇൻ ദ റെഡ് റീജിയൻ ഓഫ് ദ ആർച്ചറി ടാർജറ്റ്? ഓക്കെ, ഇവിടെ ചെറിയൊരു പ്രോബ്ലം ഉള്ളത് പുറത്തു പോകാനുള്ള പോസിബിലിറ്റി ആണ്. പുറത്തു പോകുന്നില്ല എന്ന് അസ്യൂം ചെയ്യണം ഇതിന്റെ അകത്ത് നിങ്ങൾ.
അത് നമ്മൾ ഇത് കൺസിഡർ ചെയ്യാൻ പാടില്ല. എല്ലാവരും ടാർഗറ്റിൽ തന്നെ എത്തിക്കുന്നു എന്നുള്ള ഒരു അസംഷനിൽ പോകണം, അല്ലെങ്കിൽ നമ്പേഴ്സ് മാറും. ഓക്കെ, അപ്പം എല്ലാവരും ആരോയിൽ എത്തിക്കുന്നുണ്ട്, പക്ഷെ റെഡിൽ വീഴുന്ന ആളാണ് ജയിക്കുന്നത്, അല്ലെങ്കിൽ റെഡിൽ വീണ ആളാണ് ജയിക്കുക. അപ്പൊ എല്ലാ അമ്പും പോയി ആരോ ഇവിടെ ടാർഗറ്റിൽ പോയി വീഴുന്നുണ്ട്, പക്ഷെ റെഡിൽ വീണാൽ മാത്രമേ ജയിക്കൂ. ഓക്കെ ഫൈൻ. അപ്പം നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഈസ് ഈക്വൽ ടു n ഓഫ് എന്താണ് n ഓഫ് a ഡിവൈഡ് ബൈ n ഓഫ് t ആണ് അല്ലെ. ഇവിടെ നമ്പേഴ്സ് ഇല്ല, പകരം എന്താണ് ഏരിയ ആണ്. അപ്പൊ എവിടെ പോയി വീണാൽ ജയിക്കും? റെഡിൽ പോയി വീണാൽ ജയിക്കും. സോ ഏരിയ ഓഫ് റെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. സോ ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ നമ്പേഴ്സ് ഇല്ല, പകരം എന്താണ് ഏരിയ ആണ് ചോദിച്ചത്. സോ ഏരിയ ഓഫ് റെഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? സർക്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലെ. അപ്പൊ ഒന്നാമത്തെ റെഡിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ പൈ ടോട്ടൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. ഞാൻ ചെറിയ സ്മോൾ ആറും ക്യാപിറ്റൽ ആർ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്ത് വരും? എന്താണ് ആർ സ്ക്വയർ? റെഡിന്റെ റേഡിയസ് എന്താ? 20 പൈ ഇൻറ്റു 20 സ്ക്വയർ ബൈ ഇതിന്റെ ഏരിയ എന്താ? 50 പൈ ഇൻറ്റു 50 സ്ക്വയർ. ഓക്കെ, ക്യാൻസൽ ആയി പോകും അല്ലെ. ഈക്വൽ ടു 20 into 20 400 by 50 into 50 50 into 50 എന്ത് സംഭവിക്കും? 0 0 0 0 കട്ടായി. ഈക്വൽ ടു 4 by 25. ഓക്കെ, സോ 4 by 25 സോൾവ് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടും? 4 by 25 സോൾവ് ചെയ്താൽ 4 by 25. ഓക്കെ, പോവില്ല, അപ്പൊ 0 ഇടുന്നു. 40 40ൽ ഒരു 25 25 5 ബാക്കി 1 1 0. 150 എത്ര? 25 ആണ്. 100ൽ 4 ആണ്, 50ൽ 2 അല്ലെ, അപ്പൊ 6. സോ 6 25 ആണ് 150. ഓക്കെ, സോ ആൻസർ എന്താണ് വരുന്നത്? 0.16. 0.16. സോ ഇപ്പം ഡിഫറെന്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇതാണ്. ഇവിടെ എന്താണ്? നമ്പർ ഓഫ് ബോൾസിന് പകരം ഇവിടെ വരുന്നത് ഏരിയ ആണെന്ന് മാത്രം. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റെഡ് റീജിയൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. ഓക്കെ ഫൈൻ, ക്ലിയർ ആണോ? ഓക്കെ, സോ നമുക്ക് നേരത്തെ പറഞ്ഞ ലോജിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ ഫൈൻ. ഒരു ക്വസ്റ്റ്യൻ 2017-56. A bag contains 20 balls. 80 balls are green, 7 are white and 5 are red. So a bag contains 20 balls. 8 balls are green, 7 are white and 5 are red. What is the minimum number of balls that must be picked up from the bag blindfolded without replacing any of it to be assured of picking at least one ball of each color? One ball of each color. Okay, a bag contains 20 balls. 8 balls are green, 7 are white and 5 are red. What is the minimum number of balls that must be picked up from the bag blindfolded without replacing any of it to be assured picking at least one of ball of each color? Okay fine. അപ്പൊ ഇവിടെ എന്തുണ്ട്? നമ്പർ ഓഫ് ബോൾസ്. അപ്പൊ ഇത് ഡയറക്റ്റ് ആയിട്ട് വാട്ട് ഇസ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചില്ല, പക്ഷേ ഇത് പ്രോബബിലിറ്റി ആണെന്ന് നമ്മളുടെ കീവേഡ്സ് ഒരുപാടുണ്ട്. എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ബോൾസ് ആൻഡ് ഡിഫറെന്റ് കളേഴ്സ് അല്ലെ, പിന്നെ വിത്തൗട്ട് റീപ്ലേസിങ് എനി ഓഫ് ഇറ്റ് അല്ലെ, പിന്നെ ബ്ലൈൻഡ് ഫോൾഡർ ആണെന്ന് പറയുന്നത് എന്താണ്? കീവേഡ് ആണ്. സോ ഇതൊക്കെ ഇതിന്റെ കീവേഡ്സ് ആണ്. ഇത് പ്രോബബിലിറ്റി ആണെന്നുള്ളതിന്റെ കീവേഡ്സ് ആണ്. ഫൈൻ. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മിനിമം നമ്പർ വിത്ത് അഷുറൻസ്. എന്ത് കാണണം? മിനിമം നമ്പർ വിത്ത് അഷുറൻസ് ആണെങ്കിൽ വേസ്റ്റ് സിനാരിയോ കാണണം. ഓക്കെ, വേസ്റ്റ് സിനാരിയോ കാണണം. സോ നിങ്ങളാണ് ഈ ബോൾ എടുക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇവർ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ജയിച്ചു. ഓക്കെ, എന്താണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ? പിക്കിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോൾ ഓഫ് ഈച്ച് കളർ. ഓരോ കളറിൽ നിന്നും ഓരോ ബോൾ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? 8 ഗ്രീൻ ഉണ്ട്, 7 വൈറ്റ് ഉണ്ട്, 5 റെഡ് ഉണ്ട്. അപ്പം ഒരു ഗ്രീനും ഒരു വൈറ്റും ഒരു റെഡും കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ജയിച്ചു. വാട്ട് ഈസ് ബെസ്റ്റ് സിനാരിയോ എന്തായിരിക്കും? നിങ്ങൾ എത്ര അറ്റംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ജയിക്കാം? 3 അറ്റംപ്റ്റ്. നിങ്ങൾ ഭയങ്കര ലക്കി ആണെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഇങ്ങനെ കണ്ണടച്ചെടുക്കുന്നു, ആദ്യം റെഡ് കിട്ടുന്നു, പിന്നെ വൈറ്റ് കിട്ടുന്നു, പിന്നെ ഗ്രീൻ കിട്ടുന്നു, ജയിച്ചു.
വിൻ ചെയ്തു. സോ അതാണ് ബെസ്റ്റ് സിനാരിയോ. ഇനി നിങ്ങൾ ഭയങ്കര അൺലക്കി പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അൺലക്കി പേഴ്സൺ ആണെന്ന് വിചാരിക്കാം. അപ്പം ഏറ്റവും വേസ്റ്റ് കേസ് എന്തായിരിക്കും? ഓക്കെ, അതാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. ഓക്കെ ആണോ? ഇവിടുത്തെ വേസ്റ്റ് കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എടുക്കുന്നതൊക്കെ ഗ്രീൻ ആയി പോവാ. അപ്പൊ നിങ്ങൾ 8 അറ്റംപ്റ്റ് കൊടുത്തു, 8 അറ്റംപ്റ്റ് കൊടുത്ത് 8ഉം ഗ്രീൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിൽ എത്ര ബോൾ ഉണ്ട്? 8 ബോൾ ഉണ്ട്. എത്ര കളർ ഉണ്ട്? ഒരു കളർ മാത്രമേ ഉള്ളൂ, ഗ്രീൻ അല്ലെ. പിന്നെ എടുക്കുന്നതൊക്കെ നിങ്ങൾ വൈറ്റ് ആയി പോകുന്നു. സോ നിങ്ങൾ 7 അറ്റംപ്റ്റ് അവിടെ കൊടുത്തു. ഓക്കെ, സോ 8, 7, 15 അറ്റംപ്റ്റ് കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ എത്ര കളർ ഉണ്ട്? ഗ്രീനും വൈറ്റും മാത്രം. സോ നിങ്ങൾ ജയിച്ചോ? ഇല്ല. ഇനി നോക്കിക്കേ, ഇനി ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു റെഡ് കൂടിയും കിട്ടിയില്ലേ? അപ്പൊ 3 കളറായില്ലേ? സോ 16th അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 കളറും കിട്ടും വേസ്റ്റ് സിനാരിയോയില്. സോ അതാണ് ആൻസർ. ഓക്കെ ആണോ? മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയേക്കാം. 5 ആദ്യം എടുക്കുന്നൊക്കെ റെഡ് ആവുന്നു, സോ 5 റെഡ്. പിന്നെ എടുക്കുന്നൊക്കെ വൈറ്റ് ആവുന്നു, 7. സോ 7ഉം 5ഉം 12 + 1 13 അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ 3 കളറും കിട്ടും. പക്ഷെ 13നേക്കാളും വേസ്റ്റ് കേസ് അല്ലേ 16ാമത്തെ അറ്റംപ്റ്റിൽ ജയിക്കുക എന്ന് പറയുന്നത്. ഓക്കെ, സോ 13 ഓപ്ഷൻ്റെ അകത്തുണ്ട്. പക്ഷെ 13 അല്ല ആൻസർ എന്തായിരിക്കും? വേസ്റ്റ് സിനാരിയോ ആയിരിക്കും. ക്ലിയർ ആണോ? സോ ഇവിടുത്തെ ആൻസർ എന്താണ്? 16th അറ്റംപ്റ്റിലാണ് വേസ്റ്റ് കേസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക. അപ്പോഴാണ് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. 16ാമത്തെ അറ്റംപ്റ്റിൽ അഷ്യൂർ ആണ്, അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ആ വേസ്റ്റ് സിനാരിയോ എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഫൈൻ. സോ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, a box contains 14 black balls, 20 blue balls, 26 green ball, 28 yellow ball, 38 red ball, 54 white ball. Consider the following statement. The smallest number n such that any n balls drawn from the box randomly must contain one full group of at least one color of is 175. The smallest number m such that any m balls drawn from the box randomly must contain at least one ball of each color is 167. Okay, which of the above statement are correct? Okay, so ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ എന്തുണ്ട്? ബ്ലാക്ക് ബോൾ 14 എണ്ണം ഉണ്ട്, ബ്ലൂ 20 എണ്ണം ഉണ്ട്, ഗ്രീൻ 26 ഉണ്ട്, യെല്ലോ 28 ഉണ്ട്, റെഡ് 38 ഉണ്ട്, വൈറ്റ് 54 ഉണ്ട്. ഓക്കെ, സോ ഇത്രയുണ്ട്. ഇനി എന്താണ് രണ്ടാമത്തത്? ആദ്യം എടുക്കാം. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ തൊട്ട് മുമ്പേ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. പോസ് ചെയ്യാൻ ആൻസർ എത്താൻ ശ്രമിക്കാം. Okay, fine. The smallest number m such that any m balls drawn from the box randomly must contain at least the smallest number ആണ് ചോദിച്ചതെങ്കിൽ അവിടെ അഷുറൻസ് ചോദിച്ചു, മസ്റ്റ് കണ്ടെയ്ൻ എന്ന് പറഞ്ഞു അല്ലെ. അറ്റ്ലീസ്റ്റ് 1 ball of each color. ഓക്കെ, അതായത് ഓരോ ബോളിന്റെയും ഓരോ കളർ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു അല്ലെ. സെയിം ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്. അപ്പൊ എന്തായിരിക്കും ആൻസർ? അപ്പൊ നമ്മൾ വലിയ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. ചെറിയ നമ്പറിനേക്കാളും വേസ്റ്റ് കേസ് ആണ് വലിയ നമ്പർ. നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം എന്തായി പോവാ? വൈറ്റ് ആയി പോവാ. ഓക്കെ, സോ 54 കിട്ടി, വൈറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ അതെല്ലാം എന്തായി പോവാ? റെഡ് ആയി പോവാ. സോ 38 റെഡ് ബോൾ കിട്ടി. നിങ്ങളുടെ കയ്യിൽ ഇപ്പം വൈറ്റും റെഡും ഉണ്ട്. 28 യെല്ലോ കിട്ടി, 26 ഗ്രീൻ കിട്ടി, 26 ഗ്രീൻ കിട്ടി, ആൻഡ് 20 ബ്ലൂ കിട്ടി. ഓക്കെ, സോ ആദ്യത്തെ 54 ആദ്യം കിട്ടിയതൊക്കെ വൈറ്റ് ആയി. സോ 54 വൈറ്റ് കിട്ടി. പിന്നെ എടുക്കുന്നതൊക്കെ റെഡായി. 38 റെഡ് കിട്ടി. പിന്നെ എടുക്കുന്നതൊക്കെ യെല്ലോ. 28, 26, 20. സോ ഇതൊന്ന് ആഡ് ചെയ്ത് നിങ്ങൾക്ക് എന്താ കിട്ടുക? 166, 166 കിട്ടും. ഓക്കെ, സോ 166 അറ്റംപ്റ്റ് കൊടുത്തു. നിങ്ങൾ ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തോ? ഇല്ല. കണ്ടീഷൻ എന്താ? എല്ലാ ബോളിന്റെയും ഓരോ കളർ വേണം അല്ലെ. സോ എന്ത് മാത്രമേ ആയുള്ളൂ? ബ്ലാക്ക് വന്നില്ല. ഇതുവരെ ബ്ലാക്ക് വന്നില്ല. ഇനി ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ബ്ലാക്ക് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾ അടുത്ത അറ്റംപ്റ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ബ്ലാക്ക് ബോൾ കിട്ടും. ഓക്കെ, അപ്പം എന്തായി? എല്ലാ കളറുമായി. സോ 167th അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും? ഫുൾ കളറും കിട്ടും.
ഓക്കെ, ഇതാണ് ഇവിടുത്തെ വേസ്റ്റ് കേസ്. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഇത് സിമിലർ ആണ് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഇതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ദ സ്മോളസ്റ്റ് നമ്പർ n such that any n balls drawn from the box randomly must contain one full group of at least one color. അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. അതായത് പൊതുവിൽ 14 ബ്ലാക്ക് ബോൾ, 14 ബ്ലാക്കും കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. 20 ബ്ലൂവും കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. 26 ഗ്രീനും കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. 28 യെല്ലോ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. 38 റെഡ് കിട്ടിയാൽ ജയിച്ചു. 54 വൈറ്റ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഫുള്ള് കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. അവിടുത്തെ വേസ്റ്റ് കേസ് എന്താ? 14 ബ്ലാക്ക് ബോളിൽ 13 ബ്ലാക്കും കിട്ടുന്നു, ലാസ്റ്റ് ബ്ലാക്ക് കിട്ടുന്നില്ല. അതല്ലേ അവിടുത്തെ വേസ്റ്റ് കേസ്. സോ ബ്ലാക്കിൽ എന്ത് സംഭവിക്കുന്നു? ബ്ലാക്കില് 13 ബ്ലാക്ക് കിട്ടുന്നു. ഓക്കെ, പിന്നെ കിട്ടുന്നൊക്കെ എന്താവുന്നു? ബ്ലൂ ആവുന്നു. 20 ബ്ലൂ ഉണ്ട് അല്ലെ, 20 ബ്ലൂയിൽ 19 ബ്ലൂ കിട്ടുന്നു, ലാസ്റ്റ് ബ്ലൂ കിട്ടുന്നില്ല. കാരണം ലാസ്റ്റ് ബ്ലൂ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. അപ്പം ബെസ്റ്റ് സിനാരിയോ ആയി. സോ ബെസ്റ്റ് സിനാരിയോ കേസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര അൺലക്കി പേഴ്സൺ ആണ്. ഓക്കെ, 20 ബ്ലൂ കിട്ടുന്നില്ല. പിന്നെയോ 26 ഗ്രീനിൽ 25 ഗ്രീൻ കിട്ടി, 26 കിട്ടുന്നില്ല. അതേപോലെ 27 27 യെല്ലോ കിട്ടി, 38 37 റെഡ് കിട്ടി, 54 53 വൈറ്റ് കിട്ടി. ഓക്കെ, സോ ഇത്രയും അറ്റംപ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 174 കിട്ടും. ഓക്കെ, സോ ആഡ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് കിട്ടും? 174 കിട്ടും. ഇനി ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ, ഒരു ഗ്രീൻ, ഒരു യെല്ലോ, ഒരു റെഡ്, ഒരു വൈറ്റ്. ഇനി അടുത്ത അറ്റംപ്റ്റിൽ എന്താ സംഭവിക്കുക? ഏത് കളറാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ കളർ ഫുൾ ഗ്രൂപ്പ് ആവും. സോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയി, നിങ്ങൾ ജയിച്ചു. സോ +1. 175th അറ്റംപ്റ്റിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ വിൻ ചെയ്യും. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്? കറക്റ്റ് ആണ്. സോ ആൻസർ എന്താണ്? സി, both 1 and 2. സി, both 1 and 2. ഓക്കെ, ഫൈൻ. സോ ഇത് അനദർ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്, പ്രോബബിലിറ്റി ചോദിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? വേസ്റ്റ് കേസ് എടുക്കണം. നമുക്കൊരു സിമിലർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. 2023 4. Raj has 10 pair of red, 9 pair of white and 8 pair of black shoes in a box. If he randomly picks shoes one by one without replacement from the box to get a red pair of shoes to wear, what is the maximum number of attempts he has to make? Okay, fine. രാജിന്റെ കയ്യിൽ 10 പെയർ റെഡ് ഉണ്ട്, 9 പെയർ വൈറ്റ് ഉണ്ട്, 8 പെയർ ബ്ലാക്ക് ഉണ്ട്. സോ ഒരു ബോക്സിൽ ഫൈൻ. അപ്പം രാജൻ എന്ത് ചെയ്യണം? 1 by 1 ആയിട്ട് ഷൂ സെലക്ട് ചെയ്യണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. ഫൈൻ. ഫ്രം ദ ബോക്സ് ടു ഗെറ്റ് എ റെഡ് പെയർ ഷൂസ് ടു റെഡ് പെയർ കിട്ടണം ടു വിയർ. വാട്ട് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് അറ്റംപ്റ്റ് ഹി ഹാസ് ടു മേക്ക്? ഓക്കെ, ഒന്ന് പോസ് ചെയ്യാം, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, സോ എത്ര മാക്സിമം അറ്റംപ്റ്റ് അവിടെ കൊടുക്കണം എന്നാണ് ചോദ്യം. ഫൈൻ. മാക്സിമം അറ്റംപ്റ്റ് എന്ന് ചോദിച്ചാൽ വേഴ്സ് സിനാരിയോ കാണാം. അപ്പം രാജിന്റെ കയ്യിൽ റെഡ് ഷൂ എത്ര ഉണ്ട്? 10 പെയർ ഉണ്ട്. 10 പെയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര? 20 ആയില്ലേ? ആൻഡ് വൈറ്റ് എത്ര ഉണ്ട്? 9 പെയർ ആണ്. 9 പെയർ എന്ന് പറഞ്ഞാൽ എത്ര? 18 ആയില്ലേ? ആൻഡ് ബ്ലാക്ക് എത്ര ഉണ്ട്? 8 പെയർ ആണ്. 16 ആയില്ലേ? സോ ഇതൊരു ബോക്സിലുണ്ട് എന്ന് സങ്കല്പിക്കാം. ഓക്കെ, ഫൈൻ. ഇനി രാജു ഓരോന്നായിട്ട് എടുക്കാൻ പോവാണ്. സോ രാജുവിന് എന്ത് കിട്ടണം? റെഡ് പെയർ കിട്ടിയാൽ രാജു ജയിച്ചു, അല്ലെങ്കിൽ രാജു വിൻ ചെയ്തു. ഓക്കെ ആണോ? ഫൈൻ. ഇനി അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? രാജുവിന് റെഡ് കിട്ടുന്നില്ല, അതല്ലേ വേസ്റ്റ് കേസ്. എടുക്കുന്നതൊക്കെ എന്തായി പോകുന്നു? ബ്ലൂ ആവുന്നു, സോറി ബ്ലാക്ക് ആവുന്നു. സോ 16 ബ്ലാക്ക് കിട്ടി. പിന്നെ എടുക്കുന്നതൊക്കെ വൈറ്റ് ആയി പോകുന്നു. 18 എന്ത് കിട്ടി? വൈറ്റ് കിട്ടി. അപ്പം വിട്ടുകയറും 14 24. സോ 34 അല്ലെ? 8 14 ബാക്കിയത് 34. സോ രാജു 34 അറ്റംപ്റ്റ് കൊടുത്തു. പക്ഷെ രാജിന് എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? ബ്ലാക്കും വൈറ്റും മാത്രമേ കിട്ടിയുള്ളൂ. ഈ ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? റെഡ് മാത്രമേ ഉള്ളൂ. അപ്പം 2 റെഡ് എടുത്താൽ എന്ത് സംഭവിക്കും? 36 ആവും. രാജിന് എന്ത് കിട്ടും? എ പെയർ ഓഫ് ഷൂസ് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ആൻസർ 36 ആണെന്ന് നമ്മൾ പറയും അല്ലെ?
പക്ഷെ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? 36 അല്ല നമ്മുടെ ആൻസർ. എന്തുകൊണ്ടെന്നാൽ ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഓക്കെ, രാജന് എന്ത് കിട്ടണം? ടു ഗെറ്റ് എ റെഡ് പെയർ ഷൂസ് ടു വിയർ. ടു വിയർ, കാലിന് ധരിക്കാൻ പറ്റുന്ന ഒരു പെയർ കിട്ടണം. നോക്കിക്കേ, നമ്മുടെ ഷൂസിന്റെ പിന്നെ റെഡ് പെയർ, അപ്പം 20 റെഡ് പെയർ ഉണ്ട്, സോറി 20 ഷൂസ് ഉണ്ട്, 10 പെയർ ഉണ്ട്. അതിൻ്റെ അകത്ത് റൈറ്റ് ലെഗിന്റെ ഷൂസും ഉണ്ടാവും, ലെഫ്റ്റ് ലെഗിന്റെ ഷൂസും ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ 10 പെയേഴ്സ് എന്ന് തന്നെ പറഞ്ഞത്, അല്ലെ? അപ്പം രാജന് ഓക്കെ ഈ 34 അറ്റംപ്റ്റ് കൊടുത്തു. 34 അറ്റംപ്റ്റില് എന്ത് മാത്രമേ, വൈറ്റും ബ്ലൂവും മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ 2 അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ 2 റൈറ്റ് ലെഗിനുള്ള ഷൂ ആണ് കിട്ടുന്നതെങ്കിൽ രാജന് ആ ഷൂ ധരിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലെ? അപ്പം രാജന് എന്ത് കിട്ടണം? ഒരു റൈറ്റ് ലെഗും കിട്ടണം, ഒരു ലെഫ്റ്റ് ലെഗും കിട്ടണം, എന്നാലേ രാജന് ആ ഷൂ ഇടാൻ പറ്റും. ശരിയല്ലേ? അപ്പം അടുത്ത വേസ്റ്റ് കേസ് എടുക്കണം. ഇനി എടുക്കുന്നതൊക്കെ ലെഫ്റ്റ് ലെഗായി പോവാ. 34 അറ്റംപ്റ്റ് കൊടുത്തു, രാജന് ഇതുവരെ റെഡേ കിട്ടിയില്ല. ഇനി കിട്ടുന്നതെല്ലാം റെഡ് ആയിരിക്കും, കാരണം ഇനി റെഡ് ഷൂയെ ബാക്കിയുള്ളൂ. പക്ഷെ ഇനി കിട്ടുന്നതൊക്കെ ലെഫ്റ്റ് ലെഗിനുള്ള ഷൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എത്ര ഷൂ എടുക്കണം? പ്ലസ് 10, 10 പേരുള്ളത്, 10 ഷൂ എടുത്തു, 10 ലെഫ്റ്റ് ലെഗിനുള്ള ഷൂ എടുത്തു. ഓക്കെ, സോ എന്തായി? 44 അറ്റംപ്റ്റ് കൊടുത്തു. ഓക്കെ, ഇനി ബോക്സിൽ എന്ത് മാത്രമേ ഉള്ളൂ? ലെഫ്റ്റ് ലെഗിൽ നമ്മൾ എടുത്തത് റൈറ്റ് ലെഗിന്റെ ഷൂ മാത്രമേ ഉള്ളൂ, റെഡ് കളർ. സോ അടുത്ത ഒരു അറ്റംപ്റ്റ് കൊടുത്താൽ എന്ത് കിട്ടും? റൈറ്റ് ലെഗിന്റെ ഷൂ കൂടെ കിട്ടും. സോ 45th അറ്റംപ്റ്റിലെ നമുക്ക് എന്ത് കിട്ടും? രാജുവിന് ടു ഗെറ്റ് എ റെഡ് പെയർ ഓഫ് ഷൂസ് ടു വിയർ, കാലിൽ ധരിക്കാൻ വേണ്ടി 2 റെഡ് പെയർ കിട്ടും. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 45. ഓക്കെ, ഫൈൻ. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ നമ്മുടെ ആൻസർ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ട്വിസ്റ്റ് ഉണ്ടാക്കിയിട്ട് തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് മിക്കവാറും എല്ലാ സ്റ്റുഡൻസും 36 ആൻസർ എത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് പിന്നെയും മനസ്സിലാവും. സോ ഇത് നിങ്ങൾക്ക് എക്സാം ഹാളിൽ വെച്ച് ഈ ട്വിസ്റ്റ് കാണാൻ പറ്റിയാൽ വെരി ഗുഡ്. ഓക്കെ, ഫൈൻ. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തപ്പോഴും ആ ട്വിസ്റ്റ് മനസ്സിലായെങ്കിൽ ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. അപ്പം നമുക്ക് ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി 45. സോ അപ്പം എങ്ങനെയാണ് ഈ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, സോ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫൈൻ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻ. സോ ചോദ്യം, 12 people form a club. 12 people form a club. By picking lots, one of them will host a dinner for all once in a month. The number of dinners a particular member has to host in 1 year is. Okay, അപ്പം 12 ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഒരു ക്ലബ്ബ് ഫോം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ലോട്ട് എടുക്കുന്നു. ഒരു ലോട്ട് എടുത്തതിന് ശേഷം അതിലൊരാൾ എന്ത് ചെയ്യുന്നു? ഒരു ഡിന്നർ ഹോസ്റ്റ് ചെയ്യുന്നു for all once in a month. The number of dinners a particular member has to host. ഒരാൾ എത്ര ഡിന്നേഴ്സ് ഹോസ്റ്റ് ചെയ്യും എന്നാണ് ചോദ്യം. ഓക്കെ, ഫൈൻ. സോ 1, 0, 3 cannot be predicted. ഇതും ഡയറക്റ്റ് ആയിട്ട് പ്രോബബിലിറ്റി അല്ല, പ്രോബബിലിറ്റിയുടെ ബേസിക് ആണെന്ന് മാത്രം. ഓക്കെ, ഫൈൻ. സോ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്താണ് ആൻസർ? ആൻസർ എന്താണ്? cannot be predicted ആണ്. ഓക്കെ, എന്തുകൊണ്ട്? ഇവിടെ വിത്ത് റീപ്ലേസ്മെന്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണോ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തില്ല. ഓക്കെ, ഞാനൊരു ബോക്സിന്റെ അകത്ത് എന്ത് ചെയ്യുന്നു? 12 ആൾക്കാരുടെ പേര് എഴുതിയിടുന്നു. ഓക്കെ, സോ ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരാളുടെ പേരെടുക്കുന്നു, അത് നിങ്ങളാണെന്ന് സങ്കല്പിക്കാം. അപ്പം 12 പേർക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഡിന്നർ കൊടുക്കണം, അല്ലെ? ഞാൻ ഈ നിങ്ങളുടെ പേര് ഞാൻ അതിൻ്റെ അകത്തേക്ക് റീപ്ലേസ് ചെയ്തില്ല എന്ന് സങ്കല്പിക്കാം. അപ്പം അടുത്ത മാസം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യം വരുമോ? ഇല്ല. അടുത്ത മാസം അവിടെ 11 ആൾക്കാരുടെ പേരേ ഉണ്ടാവും, അതിലൊരാളുടെ പേരാണ് കിട്ടുക. സോ അത് മാറ്റി വെച്ചാൽ അതിന്റെ അടുത്ത മാസം 10 ആളെ ഉണ്ടാവും, ഒരാളുടെ പേര് വരും. അപ്പം നിങ്ങൾ വീണ്ടും ഡിന്നർ കൊടുക്കുക. അപ്പം കറക്റ്റ് ആണ്, 12 ആയിരിക്കും ആൻസർ വരിക. ഒരാൾ 12 തവണ കൊടുക്കേണ്ടി വരും, അല്ലെ? സോറി, ഒരാൾ 1 തവണ കൊടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഈ ഞാൻ എടുക്കും, ഒരാളുടെ പേരെടുക്കുന്നു, ആ പേര് നിങ്ങളതാവുന്നു. ഓക്കെ, സോ നിങ്ങൾ എല്ലാവർക്കും ഡിന്നർ കൊടുക്കുന്നു, ഞാൻ നിങ്ങളുടെ പേര് വീണ്ടും അതിനകത്തേക്ക് റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? അടുത്ത മാസം വീണ്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, നിങ്ങളുടെ പേര് വരാനുള്ള ചാൻസ് ഉണ്ട്.
അല്ലെ? അടുത്ത മാസവും നിങ്ങളുടെ പേര് വരാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി നിങ്ങൾ എന്ത് ചെയ്യാം, 12 മാസം മേ ബി ഡിന്നർ കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. അപ്പം ചില ആളുകൾ തീരെ കൊടുക്കേണ്ടി വരികയില്ല. ചില ആളുകൾ 6 മാസം കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും, 3 മാസം കൊടുക്കേണ്ട സിറ്റുവേഷൻ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഓക്കെ, സോ അവിടെ കൃത്യമായിട്ട് വിത്ത് റീപ്ലേസ്മെന്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണോ എന്ന് പറഞ്ഞില്ല, അല്ലെ? പറഞ്ഞോ? 12 people form a club by picking lots, one of them will host a dinner for all once in a month എന്നേ പറഞ്ഞുള്ളൂ. വിത്ത് റീപ്ലേസ്മെന്റ് ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ആണോ എന്ന് പറയുന്നില്ല. സോ അങ്ങനെ പറയാത്തത് കൊണ്ട് നമുക്ക് ഒരാൾ എത്ര ഡിന്നർ കൊടുക്കും എന്നുള്ളത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. സോ ആൻസർ എന്താണ്? cannot be predicted. ഓക്കെ, ഫൈൻ. സോ ക്ലിയർ ആണോ? സോ അപ്പം ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ട് പ്രോബബിലിറ്റിന്റെ കാര്യം പറയാനുള്ളത്. സോ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ വെക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതേപോലെ എന്തുണ്ടാവും, ലോജിക്കലി നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ബോൾസിനെ ബേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ അപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രാക്ടീസ് ആയിട്ട് തരാം, നിങ്ങളത് വർക്കൗട്ട് ചെയ്യാം, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഞാൻ മിസ്സായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, സ്ലൈഡിൽ ഇട്ടില്ല, അത് മെന്റർഷിപ്പിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഏത് either red or blue. ഓക്കെ, അത് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. ആൻഡ് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തില്ല. അത് UPSC അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. സോ either red or blue or അത് നമ്മൾ ചെയ്തു. ഓർ വരുന്ന കേസിൽ ആഡ് ചെയ്യണം, ആൻഡ് വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, ഫൈൻ. സോ കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പിന്നെ ബേസിക് ബുക്കെന്നോ അല്ലെങ്കിൽ റെഫറൻസ് ബുക്കെന്നോ പിന്നെ NCERT സോറി നിങ്ങളുടെ PYQയുടെ അകത്ത് നോക്കാം, എടുത്തിട്ട് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രോബബിലിറ്റിയിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ബൈ.